ഹായ്, രാവിലെ എണീറ്റപ്പോൾ മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയെ. എന്നാൽ പിന്നെ ഒരു കാറ്റൊക്കെ കൊണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് നേരെ നമ്മുടെ പോണ്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടോ. അവിടെ ആണെങ്കിൽ നമ്മുടെ ആമ്പലൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു കാണാൻ. പണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർ ഇതിലൂടെ നടപ്പുണ്ടാവേ. വർത്തമാനം പറയാൻ വരുന്നവരോ, നടക്കാൻ വരുന്നവരോ, എക്സസൈസ് ചെയ്യാൻ വരുന്നവരോ ഒക്കെ ഇപ്പോൾ ആരുമില്ല. അത്രയും കാട് പിടിച്ച് കിടക്കുമ്പോൾ ആൾക്കാർ വരാനൊന്നും മടിക്കുമല്ലോ. എന്ത് ചെയ്യാനാ, ഇതൊക്കെ ഉണ്ടാക്കുന്ന സിസ്റ്റം അല്ലേ ഉള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സിസ്റ്റം ഇല്ലല്ലോ. നമ്മളിങ്ങനെ നൈസായിട്ട് അതിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ബാറ്റ് വെച്ചേക്കുന്നു കേട്ടോ. ബാറ്റ് കൈ കിട്ടിയാൽ പിന്നെ ഒരു സിക്സർ അടിച്ച് നോക്കാതെ പറ്റില്ലല്ലോ. ബാറ്റൊക്കെ വിൽക്കുന്ന കടയിൽ പോയാൽ തന്നെ അവസ്ഥ. ഒന്ന് സ്റ്റഡി ആയിട്ട് നിന്ന് ഒരു കവർ ഡ്രൈവ് അടിച്ച് നമുക്കൊക്കെ അറിയാടേ എന്ന് പറയാതെ ഇങ്ങനെ ഉണ്ടാവില്ല നിങ്ങൾക്കും ചങ്സ്. അവിടുന്ന് പിന്നെ റൂമിലേക്ക് പോയി ഒന്ന് ഒരുങ്ങിയിട്ട് നേരെ ഓഫീസിലേക്ക് പോയി കേട്ടോ. അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഒക്കെ അപ്ലൈ ചെയ്തിട്ടാണ് പോയത്. ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹയാത്ത് റീജൻസിയിലെ മലബാർ കഫേയിൽ ഒരു പഞ്ചാബി ഫുഡ് ഫെസ്റ്റ് നടപ്പുണ്ട്. ഷെറി മേത്ത എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഷെഫാണ് കേട്ടോ ഇത് ലീഡ് ചെയ്യുന്നത്. എനിക്ക് പുള്ളിക്കാരോട് സംസാരിക്കാൻ പറ്റി കുറേ കാര്യങ്ങൾ സംസാരിച്ച വൈബ് അങ്ങനെ സെറ്റ് ആയതുകൊണ്ടായിരിക്കാം ഷെഫിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്റ്റ് ട്രൈ ഐറ്റംസ് ഒക്കെ എനിക്ക് സെലക്ട് ചെയ്തെടുത്തുന്ന ആദ്യത്തെ പ്ലേറ്റ് തന്നെ എനിക്ക് കിട്ടി കേട്ടോ. ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ട് ഇത്രയും പഞ്ചാബി സ്റ്റൈൽ ഡിഷസ് കാണുന്നത് തന്നെ. ടേസ്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ ഡിഷസ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഡിഷസ് നോക്കി കുറച്ചെടുത്തായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അടിപൊളിയായിരുന്നു. നമുക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടം നല്ല ടേസ്റ്റ്. ഈ ജൂലൈ 14 തീയതി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ പഞ്ചാബി ഫുഡ് ഫെസ്റ്റ്. അത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പഞ്ചാബി ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ബർത്ത്ഡേ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലസ്സിയും കുടിച്ച് കുറച്ച് ഡെസേർട്ടും കഴിച്ചിട്ട് പരിപാടി വൈൻഡപ്പ് ചെയ്ത അടിപൊളി ഡിന്നർ ആയിരുന്നു. അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ.